ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്ന് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊടി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. നൈസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ വേണ്ടത്. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല നൈസ് പത്തിരി കിട്ടും കേട്ടോ. ഞാനിവിടെ പൊടിയൊക്കെ കുഴച്ചെടുത്ത് ഒക്കെ ആക്കി വന്നപ്പോൾ മോള് വന്നു കേട്ടോ എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ നല്ല ഇഷ്ടമാണ് പത്തിരി ഇങ്ങനെ പ്രസ്സുമ്മൽ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓള് കൂടെ സഹായത്തിനുണ്ട്. അപ്പോൾ ഓളെല്ലാം പരത്തി തന്നു കേട്ടോ. പിന്നെ പണിയില്ലല്ലോ. പിന്നെ ബാക്കി ഞാൻ വേഗം പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പത്തിരി ഇതാ നന്നായിട്ട് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നൈസ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞാണ് ഇനി ഞാൻ ചിക്കൻ കറിയിലേക്കും പിന്നെ ഇന്ന് ജ്യൂസായിട്ട് ഒന്നും ഉണ്ടാക്കണില്ല, കൂവവെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലും അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടിയെടുത്തിട്ട് പിന്നെ ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് വെന്തപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ കൂവവെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് 2-3 ഏലക്കായ ചതച്ചതും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂണ് പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ കട്ടൊന്നുമില്ലാതെ ഇളക്കിയിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിന്. അപ്പോൾ പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇവിടെ പുറത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിൽക്കാൻ വിചാരിച്ചിട്ട് ഞാനും മക്കളും കൂടെ പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ പിന്നെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ മഴയൊക്കെ നോക്കിയിരുന്ന് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് തന്നെ വന്ന്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചുട്ടെടുക്കുകയാണ്. ഇന്ന് ഞാൻ പൊരികളൊന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചു. ഇന്ന് പൊരി വാങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ പൊരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ ടൈമല്ലേ. അപ്പം ഇന്ന് എന്താ അറിയില്ല, പൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ടായിരിക്കും തീരെ ഒരു പണിയില്ലാത്ത പോലെ തോന്നുക. അപ്പോൾ പിന്നെ ഒക്കെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴുകി വെച്ച് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും മോള് വന്ന് കുറച്ച് മുന്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. പിന്നെ പൊരി ഉണ്ടായിനി, അപ്പോൾ പൊരി കൊണ്ടുവന്നു. അപ്പോൾ അതും കൂടെ ഓളെന്നെ ഒരു പാത്രത്തിലേക്കൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ജോലിയൊക്കെ നല്ല ഇഷ്ടമൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓളെന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഒക്കെ വേഗം തന്നെ ടേബിളിലേക്ക് എടുത്ത് വെച്ച് പിന്നെ ബാങ്ക് കൊടുത്തപ്പോഴത്തേക്കും ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കൂവവെള്ളം, പിന്നെന്താ കാരക്ക, സമൂസ, മുന്തിരി അതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ചായ കുടിച്ച് ഞങ്ങൾ. അപ്പോൾ ചായക്ക് നൈസ് പത്തിരി, ചിക്കൻ കറി, ചപ്പാത്തിയും അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.